സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വളരെ പ്രത്യേകതയുള്ളൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം അത് സഹനത്തിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെയും നമുക്ക് ഓരോ ദിവസവും നമുക്ക് ആ വിശ്വാസം രൂപാന്തരപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മളെടുക്കുന്ന സഹനങ്ങളും വേദനകളെല്ലാം ദൈവമഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസം ദൃഢമാകും. സ്നേഹമുള്ള ഈ നോമ്പിൻ്റെ നാളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേ ആളുകൾ നമ്മുടെ മലയാറ്റൂർ തീർത്ഥാടനത്തിന് നടന്നു പോകുന്ന ആളുകൾ നമുക്ക് പലപ്പോഴും വഴികളിലൊക്കെ കാണുന്നുണ്ട്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് അങ്ങനെയുള്ളൊരു ഒരു നമ്മുടെ സഹോദരന്മാരാണ്. അവരിന്ന് പരിചയപ്പെടുത്തുകയാണ്. അവർ കുമളിയിൽ നിന്ന് യാത്ര തുടങ്ങി ഇപ്പോൾ മൂവാറ്റുപുഴ നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാം, നോക്കി നല്ല ചൂടാണ്. നോക്കി ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 2 മണിയായി. അപ്പോൾ ഇവിടെ അവർ 11:45 വന്നതാണ്. അത്രയും ചൂടുള്ള സമയത്ത് ഇവർ നടന്ന് ഇവിടെ വരികയാണ്. അവരിന്ന് പരിചയപ്പെടാം അവരെങ്ങനെയാണ് ഈ യാത്ര നടത്തിയതെന്നും അതിനെന്തിനാണ് ഈ രീതിയിലുള്ള തീർത്ഥാടനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും അവരോട് സംസാരിക്കുകയാണ്. നമുക്ക് അവരിന്ന് ഒന്ന് സംസാരിക്കാം. ചേട്ടാ, പേരെന്ന് പറയാമോ? എൻ്റെ പേര് ദേവസ്യ, എല്ലാവരും വിളിക്കുന്ന ഷാജി എന്ന് വിളിക്കും. ഷാജി ചേട്ടാ. പേര്? എൻ്റെ പേര് സോണി. സാൻഡോ. സ്നേഹമുള്ളവരെ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ കുമളി അട്ടപ്പള്ളം ഇടവക. ഞങ്ങൾ അമരാവതി ഇടവക. ഇതിനകത്ത് വളരെ പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളവര്, സാൻഡോ എത്ര പഠിക്കുന്നത്? സാൻഡോ 10ലാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞു സവായാണ്. അവനാണ് ഇവരുടെ കൂടെ. എന്നാ നിങ്ങൾ യാത്ര തുടങ്ങിയെന്നാ? മിനിങ്ങാന്ന് യാത്ര തുടങ്ങി, ഇന്നലെ നടന്നു. അപ്പോൾ ഇന്ന് ഇവിടെ ആശ്രമത്തിലെത്തി. അപ്പോൾ ഇനി കുറച്ച് സമയം ചെലവഴിക്കും, സംസാരിക്കും. അതിനുശേഷം ഇന്ന് തന്നെ നിങ്ങൾക്ക് മല കയറണം അല്ലേ? അതെ, ഞങ്ങൾ രാത്രി കയറും. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അവരോട് സംസാരിക്കാം. ദേവസ്വം ചേട്ടൻ എത്ര വർഷമായി ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ തീർത്ഥാടനം? ഇത് 17ാമത്തെ വർഷം. 17ാമത്തെ വർഷം. ചേട്ടനോ? ഞാൻ 14 വർഷം. 14 വർഷമായി. എത്ര വർഷമായി? ആദ്യത്തെ വർഷം. ഇനി തൊട്ടേ തുടങ്ങാനുള്ള ആദ്യം തന്നെ ഇവരോട് തന്നെ ചോദിക്കാം, എടാ, നീ എന്തിനാ ഈ തീർത്ഥാടനം ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്? എന്നാ നിനക്ക് എന്തുകൊണ്ടാണ് നീ വന്നത്? കാരണം 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വരുന്നല്ലേ? വരാനുള്ള കാരണം എന്നാ? പപ്പയൊക്കെ എല്ലാ വർഷം പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പോകണമെന്നൊരു ആഗ്രഹം തോന്നി. പപ്പ ഈ 10-16 വർഷം പോകും. നമ്മൾ കണ്ട് നമുക്ക് പോകണം താല്പര്യം തോന്നി, അങ്ങനെ പോകുന്നതാണ്. മിടുക്കൻ. യെസ്. ഇനി നമ്മള് ദേവസ്വം ചേട്ടനോട് ചോദിക്കുകയാണ്. ദേവസ്വം ചേട്ടൻ ഇപ്പം 17 വർഷമായി അല്ലേ? 17 വർഷം. ആദ്യമായിട്ട് ഇങ്ങനെ തീർത്ഥാടനം പോയ ഓർമ്മ മനസ്സിലുണ്ടോ? അതിനെ കുറിച്ച് പറയാമോ? എനിക്കിപ്പോൾ 58 വയസ്സായി. 58 വയസ്സ്. ഞാനൊരു 16-17 വയസ്സ്, കറക്റ്റ് വയസ്സ് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ അച്ഛനും അമ്മയും വീട്ടിലെന്നും പ്രശ്നങ്ങളായിരുന്നു. പറഞ്ഞാൽ അച്ഛൻ ഭയങ്കരമായിട്ട് മദ്യപിക്കും, അമ്മയെ ഇങ്ങനെ തല്ലുകയും വഴക്കുക. അപ്പം ആ പ്രായത്തിൽ എനിക്ക് ഇവരൊന്ന് സമാധാനത്തിൽ ജീവിക്കണമേ എന്നൊരു ഒരു നിയോഗം വെച്ചുകൊണ്ടാണ് ആദ്യത്തെ ഞാൻ നടന്നു വരുന്നത്. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ? അതൊരു 16-17 വയസ്സ്, അതിൽ കൂടുതലില്ല. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? 16 വയസ്സ്. ആ പ്രായത്തില് പിന്നെ അത് അവര് കുഴപ്പമില്ലാതെ പിന്നെ അങ്ങനെ മദ്യപിച്ചിട്ട് പിന്നെ അങ്ങനെ ഇതിനു ശേഷം ഒന്നും തല്ലുന്നു ഞാൻ കണ്ടിട്ടില്ലേ. അന്നത്തെ ആ നടത്തതിന് ശേഷം കണ്ടിട്ടില്ല. അവര് സമാധാനമായിട്ടാണ് അവര്. ഇപ്പൊ അപ്പച്ചൻ മരിച്ചുപോയി. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞാണ് എനിക്കിങ്ങനെ ഞാൻ കുമളിയിലായിരിക്കും. മറ്റേത് ഞാൻ ആലിലാസ്ന്നാണ് അന്ന് ഞങ്ങളുടെ വീട്. പിന്നെ കുമളിയിലോട്ട് മാറി. അന്നേരമാണ് ഇങ്ങനെ നടന്നു വരണമെന്നുള്ളൊരു തോന്നലുണ്ടായത്. ആദ്യത്തെ വർഷം ഞങ്ങൾ രണ്ടുപേരാണ് വന്നത്. ഇപ്പോൾ അവിടുന്ന് അട്ടപ്പള്ളം ഇടവകയിൽ തന്നെ 10-40 പേര് വരെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇപ്രാവശ്യം 10-25 പേര് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ കമ്പനി കൂടി ഞങ്ങൾ വേറെ ഇങ്ങോട്ട് വന്നത് മാത്രമേ. അപ്പോൾ അതാണ് അന്ന് കിട്ടിയ ദൈവാനുഭവമാണ് ഇന്ന് നമ്മൾ കൊണ്ടുവരാനായിട്ട് നടക്കാനുള്ള പ്രേരണ നൽകുന്നത്. തീർച്ചയായിട്ടും. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാ വർഷവും വരുമ്പം നമുക്ക് എന്തെങ്കിലും നമുക്ക് സമർപ്പിക്കാൻ കാണും. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മകളും, അതുപോലെ തന്നെ ഞാൻ വരുന്നത് പറഞ്ഞാൽ നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾക്ക് ദൈവം ആരോഗ്യം തന്നിട്ടുണ്ട്. ആരോഗ്യമുള്ളത് തരുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടം വരെ വരാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ അത് ദൈവത്തോട് നന്ദി പറയുക. പിന്നെ നമ്മളൊക്കെ ഒത്തിരി പാപങ്ങൾ നമ്മൾ ചെയ്യുന്നവരാണല്ലോ. നമ്മളെ കഴിയുന്നത് പോലെ ശരീരം വേദനയൊക്കെ സഹിച്ച് നമ്മളതങ്ങ് പരിഹാരം ചെയ്യുക. നമുക്കറിയത്തില്ല എങ്ങനെയാണെന്ന് നമ്മളങ്ങ് ചെയ്യുന്നു. പക്ഷേ ഓരോ വർഷം വരുമ്പോഴും എന്തെങ്കിലും നമുക്കൊരു നല്ലത് സംഭവിക്കുന്നുണ്ട് ആത്മീയ ജീവിതത്തിലും. അല്ലാതെ ഞാനിപ്പോൾ ഇത്രയും വർഷം എനിക്ക് ഇത്രയും വയസ്സായിട്ട് എനിക്കിപ്പോൾ പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോൾ ഇല്ല, BP ഇല്ല. അങ്ങനെ ദൈവം സഹായിച്ച് ഒരു അസുഖങ്ങളും. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഭയങ്കര കാരുണ്യമാണ്.
ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ 16 വർഷം ഉള്ള ആയിട്ടുള്ള വരുന്ന 17 വർഷം ഇതിനെങ്ങനെയാണ് ഒരുങ്ങുന്നത് നോയമ്പ് തൊട്ട് തുടങ്ങുന്നത്, അതിന്റെ രീതി എങ്ങനെയാണ് അതൊന്ന് പറയാമോ? അതിന്റെ യാത്രയുടെ രീതികൾ അതൊന്ന് പറയാമോ? നമ്മൾ ഈ വിഭൂതി തിങ്കളാഴ്ച 50 ദിവസത്തെ നോയമ്പ് നമ്മൾ എടുക്കും. നമ്മൾ 40-ാം വെള്ളിയാഴ്ചയാണ് സാധാരണ വന്നുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം മാത്രമാണ് ഇപ്പം ഇതിൻ്റെ പരീക്ഷ ഇതൊക്കെ ഉള്ളതിൻ്റെ പേരിലാണ്, ഇപ്പം ഇതിന് വരണം ആഗ്രഹമുള്ളതിൻ്റെ പേരിലാണ് മാറ്റിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ നോയമ്പെല്ലാം എടുത്ത് അവിടുന്ന് അതിൻ്റെ ഒരു 2-3 നമുക്കറിയാമല്ലോ ആ ദിവസം പോലും അവിടുന്ന് ഞങ്ങൾ രാവിലെ അവിടുന്ന് ഇറങ്ങും, അല്ലെങ്കിൽ വൈകിട്ട് ഇറങ്ങും. എന്നിട്ട് വരുന്ന വഴിക്ക് പിന്നെ ആദ്യത്തെ ദിവസം പിന്നെ ഉപ്പുതറ നമ്മുടെ ബന്ധുക്കാരൊക്കെ ഉണ്ട്, അവിടെ എവിടെയെങ്കിലും കിടക്കും. രണ്ടാമത്തെ ദിവസം പോലെ പിന്നെ എവിടെ ക്ഷീണം തോന്നുന്നു അത് റോഡോ പള്ളിയോ വഴിയോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഈ ഡ്രസ്സൊക്കെ ധരിച്ചിരിക്കുന്നതിൻ്റെ പേരിൽ ആരും ഒന്നും ചോദിക്കത്തില്ല, ആൾക്കാർക്കെല്ലാം അറിയാമല്ലോ ഇങ്ങനെ പോകുന്നതാണ്. അത് എങ്ങനെയെങ്കിലും മനസ്സിൽ ഇന്നലെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര വേദന. ഞാനപ്പോൾ മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചു, എനിക്ക് നടക്കാൻ പോലും വേദന ഭയങ്കര കാലിലേക്ക്. ഞാൻ ഈ ഇടയ്ക്ക് ബൈക്കിൽ നിന്ന് വീണ് കഴിഞ്ഞ ആഴ്ച ബൈക്കിൽ നിന്ന് വീണ് കാലൊന്ന് ഉളുക്കിയായിരുന്നു. ഇപ്പോൾ വരാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം വേദന വന്നു. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ഓർത്തു, നമ്മൾ ഈ യേശുക്രിസ്തു ഈ കുരിശിക്ക് ആ വേദന സഹിച്ചതിൻ്റെ ഒരു 10,000-1 പോലും നമ്മുടെ വേദനയില്ലല്ലോ. അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞിട്ട് ഇവർക്ക് തന്നെ അറിയാം. ഇന്ന് പുള്ളിയോട് പറയാം, നിങ്ങളെങ്ങനെയാണ് കുറച്ച് കഴിഞ്ഞത്തേക്ക് നിങ്ങളെങ്ങനെയാണ് മറ്റേ ഞാൻ ഏറ്റവും പുറകിലായിരുന്നു ഇവരുടെ. എനിക്ക് നടക്കാൻ പറ്റത്തില്ല, അതുപോലെ നടക്കാൻ പറ്റില്ല. പക്ഷേ കുറേ കഴിഞ്ഞത്തേക്ക് ഇവർ ചോദിച്ചു, ഷായിച്ചേട്ടൻ രാവിലത്തേക്ക് നിങ്ങൾ നടന്നു പോകുമെന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. പറഞ്ഞാൽ ഞാനിങ്ങനെ നമ്മളിങ്ങനെ മനസ്സിൽ ഓർത്തിങ്ങനെ ദൈവമേ അവിടുന്ന് എന്തുമാത്രം വേദന സഹിച്ച അതിൻ്റെ നമ്മുടെ ഒന്നുമില്ലല്ലോ. ചേട്ടൻ എങ്ങനെ വേദന എങ്ങനെ വീണ്ടും നടക്കാൻ പറ്റുന്നത്? എനിക്കും വേദന ഉണ്ട്, കാലും കൈയും എല്ലാം ശരിക്കും വേദന എടുക്കും. പിന്നെ ഈ 10-16 വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഈ പറഞ്ഞ പോലെ തന്നെ നോയമ്പ് തുടങ്ങുന്നു, ആ സമയം മുതൽ നോയമ്പ് എടുക്കുന്നു. പിന്നെ ഈ പ്രാവശ്യം പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, മോൻ വരുന്ന പറഞ്ഞപ്പോഴത്തേനും അതിനും ഞങ്ങൾ ഉത്സാഹിച്ചു. അങ്ങനെ ഒരുങ്ങി നമ്മൾ അത് നല്ല കാര്യമാണ്. പിന്നെ കുറേ ആതുര സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളവിടെ അടുത്തൊരു ആകാശപ്പറയുന്നൊരു ആശ്രമമുണ്ട്, അച്ഛൻ്റെയൊക്കെ സഭയിലെ ഫ്രാൻസിസ് നടത്തുന്നതാണ്. അവിടെ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഞങ്ങളവിടെ 3-4 പേര് അവിടെ പോയി ഒരു മുടി വെട്ടുക, ഷേവ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ഞായറാഴ്ചയും. ഇപ്പോൾ അതിപ്പോൾ ഈ കൊറോണയുടെ 2 വർഷം, അതൊരു 20 വർഷത്തോളമായി. 20 വർഷമായിട്ട് എല്ലാ ഞായറാഴ്ചയും. അപ്പോൾ അത് ഈ കൊറോണയുടെ സമയത്ത് മാത്രമേ സിസ്റ്റർമാരെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു. പൊളിയെന്നുള്ളവരെ നിയമം ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ശരി അത്രയും എന്നൊക്കെ ഈ ക്രിസ്തുവിന് വേണ്ടി ജീവിതം അല്ലേ അത് കൊടുത്തേക്കുവാണ്. വളരെ നല്ല കാര്യം അല്ലേ. ഇപ്പം നിങ്ങളെല്ലാവരും ഇത് കാണുന്നവരെല്ലാം ഇത് യഥാർത്ഥം നമ്മുടെ ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള, പരിഗണിക്കാനുള്ള, പ്രത്യേകിച്ച് ഇങ്ങനെ വയ്യാത്തവരെ സൃഷ്ടിക്കാനുള്ള ഒരു ജീവിതമാണ്. അത് ചെയ്യുന്നതിൽ വളരെ വളരെ സന്തോഷം. ഇത് കാണാൻ പറ്റുന്നത്, നിങ്ങളെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നിങ്ങളെ പരിചയപ്പെടാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റിയതിലും ഞങ്ങൾക്ക് അച്ഛനെ ഇതുപോലെ ഇത്ര മാന്യമായിട്ട് ഞാൻ കരുണയോടെ ഞങ്ങളെ സ്വീകരിച്ച് ഞങ്ങൾക്ക് വളരെയധികം യാതൊരുവിധ പരിചയമില്ല. അച്ഛൻ ചോദിച്ചു, അച്ഛൻ എന്താ ഞങ്ങൾ മനസ്സുകൊണ്ട് പ്രതീക്ഷിച്ചിരുന്നു. ഇത് സാധാരണ നമുക്കിങ്ങനെ എത്ര വർഷം നമുക്ക് അറിയാമല്ലോ. അങ്ങനെ ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. വന്ന് ഇങ്ങനത്തെ ഒരു അനുഭവം കാര്യം പറയാൻ നമ്മള് ആരെയും നമ്മള് കുറ്റമായിട്ട് പറയുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു അനുഭവം അച്ഛൻ ഇത്ര കാര്യമായിട്ട് ഞങ്ങളെ സ്വീകരിച്ചത് ആദ്യത്തെ അനുഭവം. അത് ദൈവത്തിന്റെ കാരുണ്യം അല്ലേ, മനുഷ്യരിൽ അനുഭവിക്കുന്നു. അപ്പൊ ഒത്തിരി നന്ദി. ഇനിയിപ്പം വൈകുന്നേരം നമുക്കൊരു 4-4:30 ആകുമ്പോൾ വെയിലൊന്ന് ആറി കഴിയുമ്പോൾ ഇറങ്ങുമല്ലേ, ഇന്ന് തന്നെ ഇവർക്ക് കയറണം. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി കൂടെ നമ്മൾ നമ്മുടെ യാത്ര സമർപ്പിക്കുന്നല്ലേ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇവരുടെ നമ്മുടെ സഭ എന്ന് പറഞ്ഞ കുടുംബമാണ് അല്ലെ, കുടുംബം. എനിക്ക് എപ്പോഴും തോന്നിയൊരു കാര്യമുണ്ട്, സഭ എന്ന് പറഞ്ഞ ഒരു കുടുംബമാകുമ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരാൾക്കൊരു കാര്യം ചെയ്യുമ്പോൾ അത് ബാക്കി എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. ഒരാൾക്ക് നല്ല കാര്യം വരുമ്പോൾ ആ കുടുംബത്തിൽ എല്ലാവരെയും അത് നല്ലപോലെ ബാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സഭയിൽ സഹോദരങ്ങൾ നിങ്ങളിങ്ങനെ ത്യാഗമെടുത്ത് ശുശ്രൂഷ ചെയ്യുന്നു, ത്യാഗമെടുത്ത് മലകയറാൻ പോകുന്നു, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സഭയിലുള്ള എല്ലാവർക്കും ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമുണ്ട്. അതുപോലെ തന്നെ സഭ മുഴുവൻ അതിന് അനുഗ്രഹം ഉണ്ടാവും. അത് അപ്പോൾ ഇപ്പം നിങ്ങളെ ഞാൻ ഇവിടെ സ്വീകരിച്ചു, അതുപോലെ തന്നെ നിങ്ങളുടെ യാത്രയിലുള്ള നിങ്ങളുടെ സഹനങ്ങളിലൂടെ എനിക്കൊരു അംശം ഞാൻ അത് പങ്കുവറ്റുവാണ് അല്ലേ. അപ്പം നിങ്ങൾ വലിയ ത്യാഗമാണ്. അപ്പം മനസ്സേ അല്ല നിന്റെ കേട്ടോ, അതെ, അത് നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ വരിക പോകുക എന്നൊക്കെ ഒരു നല്ല കാര്യമാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മളൊരു സഭ ഒരുമിച്ച് നമ്മൾ ദുഃഖവിളിക്ക് ഒരുങ്ങുന്നു, ഈശ്വരൻ ഒരുങ്ങുന്നു. അപ്പോൾ ഇവരെ കാണാൻ പറ്റിയ സന്തോഷം.
ക്രിസ്ത്യാനികളൊരു അപ്പോൾ നന്മ ചെയ്യുന്നവരാകുക, ഈശോയെ സ്നേഹിക്കുന്നവരാകുക, അല്ലേ? ഈശോയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സ്നേഹിക്കുക എന്നാണ്. അതെ, മനുഷ്യരെ സ്നേഹിക്കുക, സ്നേഹിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അപ്പം നിങ്ങളെ ഇവരിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. ഇങ്ങനെ നടക്കുന്ന ഒത്തിരി ആളുകളെ നിങ്ങൾ വഴിയരികിൽ കാണും, അല്ലേ? എത്ര ദൂരമുണ്ട് കുമളിയിൽ നിന്ന്? എത്ര ദൂരമുണ്ട്? ഏകദേശം ഒരു 120-130 കിലോമീറ്റർ അടുത്ത്. 130 കിലോമീറ്റർ നടന്നാണ് ആ മല കയറി ഇവർ പോകുന്നത്. ഇപ്പം കാലിന് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്. ഞാൻ നടക്കുമ്പോൾ കണ്ടാലും ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതെല്ലാം വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ നല്ല കാര്യം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സഹനങ്ങളിൽ നിങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ പങ്കാളികളായിട്ട് ഷെയർ ഞങ്ങൾ എടുക്കുന്നുണ്ട്. ആ അനുഗ്രഹത്തിന് ഷെയർ ഞങ്ങൾ എടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും എടുക്കുന്നുണ്ട്. അതാണ് ഇപ്പം ഞങ്ങളുടെ സഹനങ്ങളിൽ നിങ്ങൾ ഷെയർ എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ സന്തോഷം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞു. ഇല്ല, പ്രത്യേകിച്ച് എല്ലാവരും ഇങ്ങനെ കർത്താവിനെ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളെ എന്ന് പറഞ്ഞാൽ അത് ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും നമ്മളുടെ വിശ്വാസം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളുള്ള മനുഷ്യർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാക്കി മാത്രമല്ലേ അതിനകത്ത്. എന്നാലല്ലേ ഈശോ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാക്കണമേ, അങ്ങോട്ട് രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്. ഇതെല്ലാം ഈ തിരുമനസ് സ്വർഗത്തിലാക്കേണ്ടതും അവരെ പൂജിതമാക്കേണ്ടതും എല്ലാം നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മളാണ്. അതുകൊണ്ടാണ് നമ്മളെ അതിനുവേണ്ടി മാത്രം, നമുക്കല്ലാതെ വേറെ യാതൊരു യോഗ്യത ഉണ്ടായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ വന്നതല്ല. ദൈവം നമ്മളെ പ്രത്യേകിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാകാനായിട്ട്. അതിനുവേണ്ടി ഇത് കാണുന്ന എല്ലാവരും അവരാൽ കഴിയുന്ന വിധം പരിശ്രമിക്കുക. അപ്പോൾ അങ്ങനെ വീഡിയോ അവസാനിപ്പിക്കാം, അല്ലേ? പറയാനുണ്ടോ? സന്തോഷമല്ലേ? അപ്പം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇവരെല്ലാവരും ഓർക്കണം. ഇവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ഓക്കെ ബൈ.